ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ലൈഫാണ്. അതായത് സ്കൂട്ടറിൻ്റെ ആയിട്ട് ഞാൻ ബൈക്കിൻ്റെ പറഞ്ഞിട്ടില്ല, സ്കൂട്ടേഴ്സിൻ്റെ ആക്റ്റീവ, ഡിയോ, അതുപോലെ തന്നെ നമ്മുടെ ടി വി എസ് ജുപ്പിറ്റർ, എൻടോർക്കിന് ഞാൻ പറയണില്ല, എൻടോർക്കിന് കുറച്ചും കൂടി ലൈഫ് കുറവാണ് ചാൻസ്. ബാക്കിയുള്ള വാഹനങ്ങളുടെ നമ്മുടെ സ്കൂട്ടേഴ്സ്, നോർമലായിട്ടുള്ള സ്കൂട്ടേഴ്സുകൾ 110 cc ഒക്കെ ഉള്ള ഒരു വണ്ടികളുടെ പറയണേ. 110 125 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫാണ്. റിയർ സൈഡായിട്ട് ഞാൻ പറയണേ, ഫ്രണ്ട് ടയർ അല്ല. ഫ്രണ്ട് ടയർ ഇപ്പോൾ നമ്മൾ മാറിയിട്ടില്ല. റിയർ സൈഡിൽ നമ്മൾ ടയർ മാറി ഇന്നലെ വൈകുന്നേരം. അപ്പോൾ അത് എത്രായിരം കിലോമീറ്റർ എത്തിയിട്ടാണ് മാറിയേക്കണേ. ആക്റ്റീവ 6G ആട്ടാ. ഇപ്പോൾ 2 വർഷം ആവാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ടയർ മാറിയ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നൂല് വന്നു, നൈലോണിൻ്റെ ആ ത്രെഡ് റിയർ സൈഡിൽ ശരിക്കും വന്നു. അതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം അത് മാറ്റിയത്. അപ്പോൾ ഇത് ഇപ്പോഴും നമ്മൾ വാങ്ങിയിട്ടേക്കണ ടയർ എന്ന് പറയുന്നത് MRFിൻ്റെ തന്നെ ടയറിന് വാങ്ങിയിട്ട്, ഞാനല്ലാട്ട വാങ്ങിയിട്ട്, പപ്പീനെ വാങ്ങിയിട്ട് MRFിൻ്റെ ടയറിന് വാങ്ങി. അത്യാവശ്യം നല്ല ത്രെഡുള്ള ഒരു ടയർ തന്നെ വാങ്ങിയിട്ട്. അപ്പോൾ ഇത് എത്രായിരം കിലോമീറ്ററിലാണ് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17,198. അതായത് അപ്രോക്സിമേഷൻ എന്ന് പറയുമെങ്കിൽ പറയാം നമുക്കൊരു 17,200 കിലോമീറ്റർ. 17,200 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ റിയർ സൈഡിലെ ടയർ മാറിയത്. ഇനിയിപ്പോൾ എല്ലാവർക്കും തോന്നും ഇവ എന്താ അടിസ്ഥാനത്തിലാണ് പറയണേന്ന്. ഇങ്ങോട്ട് വാ, നമുക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഈ ഒരു മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട 17,204. അതായത് ഇന്നലെ ഞങ്ങൾ ആളൂരിൽ നിന്ന്, ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ടയർ മാറ്റിയിട്ടിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. അവിടെ നിന്ന് എടുക്കണ ഒരു വീഡിയോ ആണ്, വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ്, അതുപോലെ നമ്മുടെ വെയിറ്റ്, പിന്നെ കാലാവസ്ഥ, പിന്നെ നമ്മൾ ഈ വാഹനം എങ്ങനെ ഓടിക്കുന്നു, പിന്നെ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി, ഇപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി എന്ന് പറയുന്നത് ഏകദേശം 90% പപ്പ തന്നെയാണ് ഈ വാഹനം ഓടിക്കാറ്. അപ്പോൾ ഇതുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് വെക്കാറുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും, അതായത് ഒരു ആഴ്ചയിൽ ഒരു തവണ ഞാനും ഒരു 10 കിലോൻ്റെ ചാക്ക് വെച്ചു, അത്രയേ ഉള്ളൂ. അതിന് കൂടുതൽ ഇതുമൊക്കെ ഒന്നും കയറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നമ്മളൊരു വാഹനം ഓടിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡുകൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണുള്ള ഒരു റോഡാണ്. നല്ല റോഡുകൾ പല സ്ഥലത്തുണ്ട്, പല സ്ഥലത്തും നല്ല റോഡുകളല്ല. അപ്പോൾ അങ്ങനത്തേക്കുള്ള സ്ഥലത്ത് കൂടെ പോയിട്ടാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ലൈഫ്. MRF ടയർ ഇട്ടാം, ടയർ എന്ന് പറയുന്നത് MRFിൻ്റെയാണ് നമ്മുടെ ഇതിനൂടെ സ്റ്റോക്കായിട്ട് വരുന്നത്. അപ്പോൾ MRFിൻ്റെ ടയറിൻ്റെ ലൈഫാണ് നമുക്ക് കിട്ടിയേക്കണം 17,200 കിലോമീറ്റർ. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ടയർ ഇനി ഓടും. ഫ്രണ്ടിലത്തെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇപ്പോൾ 17,000 ഉണ്ട്. ഒരു 20,000 22,000 കിലോമീറ്റർ ഓടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വെക്കുകയാണ് അത്ര ഓടുന്നുള്ളത്. ആ ഒരു വലിയ രീതിയിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും പോയിട്ടില്ല. അപ്പോൾ ഏകദേശം ഇത് ഇനിയും ഓടിക്കോളും. പിന്നെ നമ്മുടെ ടയറിനെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പല രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നോർമലായിട്ട് ഒരാൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പപ്പയ്ക്ക് ഓടിക്കുന്ന നേരത്തിൽ ഇത്രയും കിട്ടി, ഇനി ഇതിനും കുറവൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുക. വേറെ ഒന്നല്ല, നമ്മൾക്ക് യൂത്തന്മാരല്ല. അപ്പോൾ നമ്മൾ പല രീതിയിലാണ് ഈ ഒരു ആക്റ്റീവ് ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാ വണ്ടികളും നമുക്ക് ഒരേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റണ്ടൊക്കെ ചെയ്യും. അപ്പോൾ സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ ഈ ഒരു കാലാവധി എന്ന് പറയുന്നത് 17,000 എന്നുള്ളത് ചിലപ്പോൾ ഒരു 10,000-ലേക്ക് എത്തും. കാരണം നമ്മൾ അങ്ങനത്തെ റോട്ടിലൂടെയാണ് നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ലൈഫൊന്നും കിട്ടില്ല. ഇതിൻ്റെ ഈ പറയുന്ന പോലെ 17,000 എന്നുള്ളത് ഒരു 7,000 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ഒരു 5,000 കിലോമീറ്റർ കുറയാം. എന്നിട്ടാണ് നമുക്ക് ആ ഒരു ടയറിൻ്റെ ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഞാൻ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു സാധാരണ ഒരു സ്കൂട്ടറിൻ്റെ നമ്മൾ നോർമൽ റേഞ്ചിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ലൈഫാണ്. ചിലപ്പോൾ നമ്മുടെ ആക്റ്റീവയുടെ കാര്യമായിട്ടാണ് പറയണേ. പലരും പല രീതിയിലുള്ള വാഹനങ്ങളിലും പല ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം. ഞാൻ എന്നാലും ജനറലൈസ് ചെയ്ത് പറയുന്നു, ഒരു ഏകദേശം ഒരു 17,000 കിലോമീറ്റർ വരെ നമുക്കൊരു MRFിൻ്റെ ടയർ റിയർ സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പറയണേ, അല്ലാണ്ട് ഇപ്പുറത്തെ ആൾക്കാരെ നോക്കിയിട്ടല്ല പറയണേ. നമ്മുടെ വീട്ടിലെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റിയർ സൈഡിലെ ടയർ മാറിയത്. ഇന്നലെ വൈകുന്നേരമാണ് അത് മാറിയത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ടയറിൻ്റെ വീലിൻ്റെ അവിടെ ശരിക്കും ആ ഒരു നൈലോൺ നൂല് വന്നു തുടങ്ങി. അപ്പോൾ ആ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ മാറിയേക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.